ഹലോ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ഉത്തരങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. കാട്. വായിക്കാം, എഴുതാം. ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കവിത വായിക്കാം. കാട്ടിലുണ്ട് പാട്ട് തേടും കാട്ടുപൂവിൻ മാനസം, പൂവിലുണ്ട് മൂളിയെത്തും വണ്ടു തേടും തേൻകണം, കാട്ടുവള്ളികൾ നൃത്തമാടും കാറ്റിലുണ്ട് പൂമണം, കുഞ്ഞുമൈനപ്പാട്ടിലല്ലോ മുളകളാടും ഈണം, മാനം തേടും മാമലകൾ മഴ നനഞ്ഞാടും ആനനരികൾ കൂട്ടമായി തേടിയെത്തും അരുവി. ആദ്യത്തെ ചോദ്യം നോക്കാം. തേൻകണം തേടിയെത്തുന്നത് ആര്? വണ്ടാണ് കേട്ടോ, വണ്ട്. രണ്ടാമത്തെ ചോദ്യം, കാട്ടുപൂവിൻ്റെ മാനസം അന്വേഷിക്കുന്നത് ആര്? പാട്ടിനെ. മൂന്നാമത്തെ ചോദ്യം, ആരുടെ പാട്ടിലാണ് മുളകളാടുന്ന ഈണമുള്ളത്? കുഞ്ഞുമൈനയുടെ. ഇനി അടുത്ത ചോദ്യം, മാമലകൾ മഴ നനഞ്ഞാടും എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരം മഴയത്ത് മാമലയിലെ മരങ്ങൾ ആടുന്നതാണല്ലേ. ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നത് എന്തിനെ? അഞ്ചാമത്തതിൻ്റെ ഉത്തരം അരുവിയെ ആണല്ലേ. ആനനരികൾ കൂട്ടമായി തേടിയെത്തുന്നത് അരുവിയെ ആണ്. അടുത്ത പ്രവർത്തനം നോക്കാം. സംഭാഷണം എഴുതാനാണ്. കുഞ്ഞുണ്ണിമാഷിൻ്റെ ഒരു കവിത തന്നിട്ടുണ്ട്. തുള്ളിപ്പാഞ്ഞു വരുന്നു മഴ, തുള്ളിക്കൊരു കുടം എന്ന മഴ, കൊള്ളാം ഈ മഴ കൊള്ളരുത് ഈ മഴ, കൊള്ളാം കൊള്ളാം പെയ്യട്ടെ. അപ്പോൾ ഇനി നമുക്കുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. മഴയെക്കുറിച്ച് കുഞ്ഞുണ്ണിമാഷിൻ്റെ കവിത വായിച്ചില്ലേ? പെയ്തിറങ്ങുന്ന മഴയോട് നിങ്ങൾ എന്തൊക്കെ ചോദിക്കും? നിങ്ങളും മഴയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. നമുക്ക് ഉത്തരം നോക്കിയാലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഒരു രീതി ഇതാണ്. ഞാൻ, ഹായ് മഴയെ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മഴ ഒന്ന് പെയ്യാൻ ഞാനും. അപ്പോൾ ഞാൻ പറയും, നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, നിന്നെ കാണാനും കേൾക്കാനും എന്ത് രസമാണ്. അപ്പോൾ മഴ പറയും, എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൻ്റെ ഉത്തരം എഴുതാം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കാം. മഴക്കാഴ്ച തിരഞ്ഞെടുത്തെഴുതുക. അതേതാണ്? മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നതാണ് മഴക്കാഴ്ച അല്ലേ. ഓക്കെ, ഇതാണ് ഉത്തരം. മുറ്റത്ത് കുഞ്ഞരുവികൾ രൂപം കൊള്ളുന്നു. ഇനി അടുത്ത ചോദ്യം, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നമുക്ക് പി മധുസൂദനൻ്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം വേണം? ആദ്യം കവിയെ പരിചയപ്പെടുത്തണം അല്ലേ. ഒരു ഹെഡിങ് വേണം, കവിയെ പരിചയപ്പെടുത്തണം, കവിത പരിചയപ്പെടുത്തണം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള 2 വരികൾ അതിൽ എഴുതണം, എന്തുകൊണ്ടാണ് നമ്മളത് ഇഷ്ടപ്പെട്ടതെന്ന് എഴുതണം അല്ലേ. അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാൻ. അടുത്ത ചോദ്യം നോക്കാം. കുറിപ്പാണ്. പ്രവർത്തനം 4. പാഠഭാഗത്ത് നിങ്ങൾ ധാരാളം കടങ്കഥകൾ പരിചയപ്പെട്ടു. കടങ്കഥകളുടെ ഭാഷയും ഒളിഞ്ഞിരിക്കുന്ന ആശയത്തിൻ്റെ ഭംഗിയുമൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. നിങ്ങൾക്ക് പരിചിതമായ 2 കടങ്കഥകൾ നോക്കൂ. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. അതിൻ്റെ ഉത്തരം എന്താ? കൺപീലിയാണ്. ഇനി അടുത്തത് നോക്കുക. 1000 തിരിയിട്ടു കത്തിച്ച പൊൻവിളക്ക് അന്തിയായപ്പോൾ അണഞ്ഞുപോയി. ഉത്തരം സൂര്യൻ. ഈ കടങ്കഥകൾക്ക് ഇങ്ങനെ ഉത്തരം ലഭിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒന്ന് വിശദീകരിച്ച് കുറിപ്പ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം, ഇവിടെ കൺപീലിയുടെ കടകഥ എടുക്കാം. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി. അപ്പോൾ 2 ഭാഗങ്ങളിലായിട്ടാണ് ഇത് നിൽക്കുന്നത് അല്ലേ. കൺപീലി 2 ഭാഗങ്ങളിലായിട്ടാണ് നിൽക്കുന്നത്. ഇടയ്ക്കൊക്കെ അത് കൂട്ടിമുട്ടാറുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം കൺപീലി എന്ന് വന്നത്. 2 ഭാഗങ്ങളിലായിട്ട് നിന്നിട്ട് ഇടയ്ക്കൊക്കെ കൂട്ടിമുട്ടുന്നത് കൊണ്ട്. സൂര്യൻ്റെ കാര്യത്തിലാണെങ്കിലോ, 1000 തിരിയിട്ട് കത്തിച്ച പൊൻവിളക്ക്, അത്രയ്ക്കും ജ്വലിച്ച് നിൽക്കുകയാണല്ലേ സൂര്യൻ. അത്രയ്ക്ക് പ്രകാശം നമുക്ക് തരുന്നുണ്ട്. അന്തിയായപ്പോൾ അണഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരം സൂര്യൻ അസ്തമിക്കും അല്ലേ. അതിനാണ് അന്തിയായപ്പോൾ അണഞ്ഞു പോയി എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കാം. ജീവചരിത്ര കുറിപ്പ്. ഇത് ഞാൻ തയ്യാറാക്കിയിട്ട് സ്ക്രീനിൽ കാണിക്കാം കേട്ടോ. നോക്കൂ. മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരനും സ്വാതന്ത്ര്യ സമര പ്രവർത്തകനുമാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോരപ്പറമ്പിൽ ജനിച്ചു. ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികൾ മതിലുകൾ, ശബ്ദങ്ങൾ, ആനപ്പൂട, ഭൂമിയുടെ അവകാശികൾ, ബാല്യകാലസഖി,
നീലവെളിച്ചം എന്നിവയാണ്. വളരെ ലളിതമായതും പുതുമയാർന്നതുമായ ഭാഷ ബഷീറിൻ്റെ കൃതികളെ വേറിട്ട് നിർത്തി. നിരവധി അവാർഡുകളും ഫെല്ലോഷിപ്പുകളും അദ്ദേഹത്തിന് ലഭിച്ചു. 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂരിൽ മരണം. ഇദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നും അറിയപ്പെട്ടിരുന്നു കേട്ടോ. അതും കൂടെ നിങ്ങൾ എഴുതി ചേർക്കണേ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടത് ഏതാണെന്ന്? ആകാശമിഠായി ആണല്ലേ. എന്താണ്? ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേരാണ് ആകാശമിഠായി. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. വിവരണം തയ്യാറാക്കാനാ. വീട്ടിലോ വിദ്യാലയത്തിലോ യാത്രകൾക്കിടയിലോ നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല നിറങ്ങളിലുള്ള പൂക്കളും ശലഭങ്ങളും കിളികളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുമുണ്ടാകാം. നിങ്ങൾ കണ്ട ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. കാണിക്കാം. അപ്പോൾ ഉത്തരം നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഞാൻ ഒരു ശലഭോദ്യാനം സന്ദർശിച്ചത്. എൻ്റെ മനസ്സിലെ മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു അത്. ഇത്രയേറെ ശലഭങ്ങളെ ഞാൻ അതുവരെ ഒന്നിച്ച് കണ്ടിട്ടില്ലായിരുന്നു. ഇങ്ങനെയൊരു പൂന്തോട്ടം നമുക്കും നിർമ്മിക്കാമെന്നും അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അവിടെ നിന്നിരുന്ന ചേച്ചിമാർ പറഞ്ഞു തന്നു. പൂമ്പാറ്റകൾ തേൻ കുടിക്കുന്നതും അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്നതുമായ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ വലിയതും പല നിറങ്ങളുമുള്ള പൂച്ചെടികളും നട്ടുപിടിപ്പിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വർണ്ണശബളമായൊരു പൂന്തോട്ടം നമ്മുടെ വീട്ടിലും നിർമ്മിക്കാമെന്ന് പറഞ്ഞു. കേരള വനഗവേഷണ കേന്ദ്രത്തിൻ്റെ പൂന്തോട്ടമായിരുന്നു അത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂന്തോട്ടത്തെക്കുറിച്ച് എഴുതാം കേട്ടോ. ഓക്കെ. അവസാനത്തെ ചോദ്യം നോക്കാം. ഒരു നാട്ടുപൂവിൻ്റെ പേരെഴുതുക. മുക്കുറ്റി. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്.